സോ കീം 2023 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ, ലോ മാർക്ക് ഹൈ റാങ്ക് വീഡിയോ. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് വരാനുണ്ട്. സോ അതിൻ്റെ മുന്നേ തന്നെ അവരുടെ സൈറ്റിൽ ഏതൊക്കെ കുട്ടികൾക്ക് എത്ര റേഞ്ച് മാർക്ക് ഉണ്ടെന്ന് എത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ നന്നായിട്ട് കാണും. ഇവിടെ അവർ പറഞ്ഞു വരുന്നത് എൻട്രൻസ് സ്കോറും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 458 മേലെ മാർക്കുള്ളത് 813 കാൻഡിഡേറ്റ്സ്, 294 457 ഇടയിൽ 3265 ആൾ കൂടുന്നുണ്ടോ മേലോട്ട് പോകുമ്പോൾ. 221 294 വരുമ്പോൾ 4023, 146 221 വരുമ്പോൾ 8121, 80 146 ഇടയിൽ 16412, 62 80 7870 ആൾക്കാർക്ക്, 33 62 16000 ആൾക്കാർക്ക്, ലെസ് ദാൻ 33 24000 ആൾക്കാർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കീം 2023 അത്യാവശ്യം മാർക്കും +2 മാർക്കും കൂടി ഉണ്ടെങ്കിൽ 100% നിങ്ങൾ സേഫാണ്. 100% നിങ്ങൾ സേഫാണ്. ഫോർ എക്സാമ്പിൾ +2 ഇപ്പം ഒരു 150 മാർക്കും ഫുൾ മാർക്ക്, +2 ഫുൾ മാർക്കും കീമിൽ ഒരു 150 മാർക്കാണ്. +2 ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ 300 എടുക്കണം. നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ്റെ കേസ് ഇവിടെ പറയില്ല, ബിക്കോസ് ഇറ്റ്സ് എഫക്ട്സ് എവരിബഡി. 300 മാർക്കും കീമിൽ ഒരു 150 മാർക്ക് ഉണ്ടായിരിക്കാം, അല്ല കീമിൽ ഒരു 100 മാർക്കും. അപ്പോൾ കീമിലെ മാർക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 30 വരുള്ളൂ. അപ്പോൾ 330 മാർക്കൊക്കെ നിങ്ങൾക്ക് 600 ഉണ്ട്. അപ്പോൾ ആ റേഞ്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ റാങ്ക് എന്തായാലും 10K ബിലോ ആയിരിക്കും, ഒരു 8K ബിലോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, 458 മാർക്കിൻ്റെ ബിലോ എബോ ഉള്ളവർക്ക്, മീൻസ് ആ റേഞ്ച് ഉള്ളവർക്ക് +2 മാർക്ക് ഫുള്ളൊക്കെ ആണെങ്കിൽ ഉറപ്പാണ് അയാൾ 700 600 അടിയിലൊക്കെ വരും. +2 മാർക്ക് ഒരു 250 ആണെങ്കിലും അയാൾ 1200 ബിലോ വരും. അപ്പോൾ തന്നെ നല്ല കോളേജുകൾ ഉറപ്പാണ്. അതേപോലെ +2 മാർക്ക് കേസുകളോട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി +2 മാർക്കല്ല, അയാൾക്ക് കീമിൽ നല്ല മാർക്കുണ്ട്, എന്നാലും പ്രശ്നമില്ല, അയാൾക്ക് നല്ല റാങ്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഈ വർഷത്തെ കീം അത്രയും ടഫായിരുന്നു. നിങ്ങൾക്ക് ഈ PDF കണ്ടാൽ മനസ്സിലാവും, വളരെ കുറച്ച് ശതമാനം കുട്ടികൾക്ക് മാത്രമേ നല്ല ഹെവി സ്കോറുള്ളൂ. പണ്ടൊക്കെയാണ് 1000-2000 പേർക്കൊക്കെ 400 മേലെ ഉണ്ടാവും, 450 മേലൊക്കെ. അതോ ഇത് 960 മാർക്കാണെന്ന് കൂടി മനസ്സിലാക്കുക. 600 മാർക്കല്ല, 960 മാർക്കാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ്, നിങ്ങൾക്ക് കീമിൽ നല്ലൊരു കോളേജിൽ കിട്ടാൻ നല്ല ഹൈ ചാൻസാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നല്ല കോളേജുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഇനിയിപ്പം ഈ ഒരു റാങ്കൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല കോളേജുകൾ കിട്ടാൻ അധിക പേർക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, വളരെ കുറച്ച് ശതമാനം കുട്ടികൾക്കേ ഉള്ളൂ മാർക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുക, മാർക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോളേജോ അല്ലെങ്കിൽ നല്ലൊരു റാങ്കോ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോനായിട്ട് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു പ്രൊമോഷൻ ഉണ്ട്. സോ കീം 2023 അല്ലെങ്കിൽ JEE 2023, സോ ഈ എക്സാംസ് ഒക്കെ എഴുതിയവർക്ക് ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിന് വേണ്ടി കോളേജ് ദോസ്ത് എന്നിട്ടുള്ള ഒരു വാട്സപ്പ് ബോട്ട് അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് IITs NITs ഒക്കെ നടത്തുന്നതാണ്. സോ വളരെ സിമ്പിളാണ്, ഞാൻ കാണിച്ചുതരാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത ലിങ്കിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വാട്സപ്പ് ബോട്ടിലെത്തും. സോ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് JEE ആണോ കീം ആണോ, ഇപ്പോൾ കീം ജസ്റ്റ് 2000 ക്ലിക്ക് ചെയ്തു, കംപ്ലീറ്റ് അപ്ഡേറ്റ് അവർ തന്നെ വരും. കീം 2023 എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് വേണോ, കട്ട് ഓഫ് ആണെങ്കിൽ 2022 കട്ട് ഓഫ് ഞാൻ കൊടുത്തു. സോ അതുപോലെ തന്നെ ഏത് ഫസ്റ്റ് റൗണ്ട്, അത് അലോട്ട്മെൻറ്റ് 1 ആണോ 2 ആണോ 3, ഇപ്പോൾ 3 കൊടുത്തു. അപ്പോൾ ഒരു PDF ആയിട്ട് കറക്റ്റ് വരും. സോ വളരെ യൂസ്ഫുൾ ആണ്. സോ കോളേജ് ദോസ്ത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ ക്ലിക്ക് ചെയ്യുക. വളരെ യൂസ്ഫുൾ ബോട്ടാണ് കീം JEE, നല്ലൊരു ഹെൽപ്പായിരിക്കും അലോട്ട്മെൻറ്റ് പ്രോസസ്സിനൊക്കെ നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കീം 2023 മാർക്ക് കുറഞ്ഞാലും റാങ്ക് കൂടി വരുന്നുള്ള കേസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് നല്ല കോളേജ് സെലക്ട് ചെയ്യാൻ. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനാദ്യം നിങ്ങളുടെ റാങ്ക് വരട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, മാർക്ക് കുറഞ്ഞവർക്ക് അത്യാവശ്യം +2 മാർക്കും ഈ +2 മാർക്ക് ഒരു ആവറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും. അപ്പോൾ അതേപോലെ തന്നെയാണ് കേസ് വരുന്നത്. JEEൻ്റെത് നീറ്റിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് സീറ്റ് കുറച്ചും കൂടി ബാക്കി വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, പ്രോസസ്സിന് വെയിറ്റ് ചെയ്യുക. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് ഞാൻ എന്താ പറയുക, നിങ്ങളതൊക്കെ അതും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം റാങ്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും കിട്ടും, IIT വരെ കിട്ടും, NIT വരെ കിട്ടും. പക്ഷേ നമ്മളാരും അതിന് എഫേർട്ട് ഇടാൻ റെഡിയല്ല. ഈ വർഷം കയറാൻ താല്പര്യമുള്ളവർ ഈ വർഷം കയറുക. ഇനിയിപ്പം റാങ്കിൻ്റെ ഒക്കെ ശേഷം എന്തായാലും കീമിൻ്റെ ഒക്കെ റാങ്കിൻ്റെ ശേഷം പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ചൊക്കെ ഷുവറായിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ ആരും ഇല്ലയെന്നൊന്നും പ്രതീക്ഷിക്കരുത്, എന്തായാലും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുക. തീരെ കോളേജ് കിട്ടില്ലെന്ന് ഉറപ്പുള്ളവരെന്ത് കോളേജുകളെ വിളിച്ച് ചോദിക്കുക, സീറ്റ് ഉണ്ടോ, എനിക്ക് സീറ്റ് വേണം എന്ന് പറയാം. അങ്ങനത്തെ കേസാവണം നിങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് യാതൊരു കാര്യമില്ല.
അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ തന്നെ കുറച്ച് കോളേജിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ടോപ്പ് പ്രൈവറ്റ് കോളേജസ് അങ്ങനത്തെ കോളേജുകൾ. അതേപോലെ നിങ്ങൾക്ക് തന്നെ നല്ല ഇനിയും നല്ല കോളേജസ് ഉണ്ട്. അപ്പോൾ വീഡിയോ വരും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്. സോ ഓൾവേസ് സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, not for me.